കോഴിക്കോട് കാർ വർക്ക്ഷോപ്പിൽ തീപിടുത്തം. വെള്ളയിലെ ഷോറൂമിലാണ് അപകടമുണ്ടായത്. മിഥില ബാലൻ ചേരുന്നു വിശദാംശങ്ങളുമായി. മിഥില, തീ നിയന്ത്രണ വിധേയമാക്കാൻ സാധിച്ചിട്ടുണ്ടോ? തീർച്ചയായും തീ നിയന്ത്രണ വിധേയമാക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇവിടെ നാട്ടുകാർക്ക് പ്രതിഷേധമുണ്ട്. എനിക്കിപ്പം ഇവിടെ നാട്ടുകാരുണ്ട്. എന്താണ് ഇവിടെ ഫയർഫോഴ്സ് എത്താൻ വൈകി? എന്താണ് നിങ്ങൾക്ക് ഇതിൽ പറയാനുള്ളത്? ഫയർഫോഴ്സ് വൈകിയെന്ന് പറഞ്ഞാല് മീഞ്ചെന്നാണ് വരുന്നത് ഫയർഫോഴ്സ്. അതിന്റെ ഒരു സമയം ഡീലാവലത്തുണ്ടായിരുന്നു. പക്ഷെ നമുക്ക് ഇവിടെ തീ കത്തിയിട്ട് 3/4 മണിക്കൂറായിട്ട് ഫയർഫോഴ്സ് എത്തിയുള്ളത്. അവരവിടുന്ന് ഒരാളുടെ സമയം എടുത്തിട്ടുണ്ട്. ഇവിടെ എത്തും ആദ്യം ഒരു ഫോഴ്സാണ് എത്തിയുള്ളത്. 4-5 ഉദ്യോഗസ്ഥരാണ് ഉള്ളത്. പിന്നെ നാട്ടുകാർ ചേർന്നിട്ടാണ് തീ കടത്തിയത്. തീ കടത്തി പിന്നെ ഒരു അരമണിക്കൂറായിട്ടാണ് ബാക്കിയുള്ള എല്ലാ ഫയർഫോഴ്സും ഓഫീസർമാരും എത്തിയിട്ടുള്ളത്. ഇതിപ്പോ ഒരു 10 മിനിറ്റ് വൈകുണ്ട്. ഈ കയർഫട്ടിലേക്ക് തീ കയറിയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ 2 മണിക്കൂർ 3 മണിക്കൂർ കഴിഞ്ഞാൽ കിടത്താൻ കഴിയില്ല. നമുക്ക് അത്ര ഡേഞ്ചർ സ്ഥലമാണിത്. അപ്പൊ ഇതുപോലെ സ്ഥലങ്ങൾ നിർബന്ധമായിട്ട് നമുക്ക് വേണ്ടി ഇത്രയുള്ളൂ. ഇവിടെ നിർബന്ധമായിട്ട് ഫയർ സ്റ്റേഷൻ വേണം. ആരൊക്കെയാണെങ്കിൽ വീടുകളുള്ള സ്ഥലമാണ്. ഒരു സ്ഥലത്ത് തീ പിടിച്ച എല്ലാ സ്ഥലത്തും കയറാൻ പെട്ടെന്ന് നിർബന്ധമായിട്ട് ഇവിടുത്തെ ജനങ്ങളെ ആവശ്യം എന്ന് പറഞ്ഞാൽ നിർബന്ധമായിട്ട് എന്താണ് ഇവിടെ ഫയർ സ്റ്റേഷൻ വേണം എന്നുള്ളതാണ്. ഇവിടുന്ന് ഒരിക്കലും മാറ്റരുത്. ഗോകുൽ, ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം, കോഴിക്കോട് ബീച്ചിൽ 8 യൂണിറ്റ് ഉണ്ടായിരുന്ന ഫയർ സ്റ്റേഷൻ ആയിരുന്നു. എന്നാൽ പിന്നീട് ഇപ്പോൾ ഇവിടെ നിലവിലുള്ളത് 1 യൂണിറ്റ് മാത്രമാണ്. എന്തുകൊണ്ട് ഡിലേ ഉണ്ടായി എന്ന് നമ്മൾ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത്, അവർക്ക് ആദ്യം ഒരു തീപിടുത്തവുമായി ബന്ധപ്പെട്ട് പാവങ്ങാട് നിന്ന് ഒരു കോള് വന്നു. ഫസ്റ്റ് ആ ഒരു കോള് വന്നപ്പോൾ അവർ അങ്ങോട്ട് പോയി. പിന്നീട് ഇവിടെ നിന്നും ഇത്തരത്തിൽ തീപിടുത്തം ഉണ്ടായി എന്ന അറിയിപ്പ് ലഭിച്ചപ്പോൾ തന്നെ തൊട്ടടുത്തുള്ള മീഞ്ചന്തയ്ക്കും ഒപ്പം തന്നെ വെള്ളിമാടുകുന്ന് ഫയർ സ്റ്റേഷനിലേക്കും അറിയിപ്പ് കൊടുത്തു. അതുപ്രകാരം അവിടെ നിന്നുള്ള ആളുകൾ ഇവിടെ എത്തി തീയണയ്ക്കും. അവർ അവിടെ നിന്നും ഇവിടെ എത്തേണ്ട ഒരു കാലതാമസം മാത്രമാണ് നിലവിൽ ഉണ്ടായത് എന്നാണ് ഫയർഫോഴ്സിൽ നിന്നും നമുക്ക് ലഭ്യമാകുന്ന വിശദീകരണം. എന്തുതന്നെയായാലും പണിക്കർ റോഡ്, വെള്ളയിൽ പണിക്കർ റോഡിലെ കാർ വർക്ക്ഷോപ്പിൽ പെയിന്റിംഗ് ബൂത്തിലാണ് തീപിടുത്തം ഉണ്ടായത്. ഏറെ നേരത്തെ ശ്രമഫലത്തിനൊടുവിലാണ് ഈ തീ നിയന്ത്രണ വിധേയമാക്കിയിട്ടുള്ളത്. തൊട്ടടുത്തുള്ള നാട്ടുകാർ ഉൾപ്പെടെയാണ് ആദ്യഘട്ടത്തിൽ ഇവിടെ എത്തി തീ അണച്ചത്. നമ്മൾ ഇവിടെ വരുമ്പോൾ ഉണ്ടായിരുന്ന കാഴ്ച എന്നത് തൊട്ടടുത്ത വീടുകളിൽ നിന്നും ബക്കറ്റുകളിൽ വെള്ളം എത്തിച്ച് തീ അണയ്ക്കുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. കാരണം 1 യൂണിറ്റാണ്, ഫയർഫോഴ്സിന്റെ 1 യൂണിറ്റാണ് ആദ്യം ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നത്. പിന്നീട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മീഞ്ചന്തയിൽ നിന്നും വെള്ളിമാട് നിന്നും 5ഓളം യൂണിറ്റുകൾ ഇവിടെ എത്തി നാട്ടുകാരുടെ സഹായത്തോടെ തീ അണയ്ക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. ഈ ഒരു പെയിന്റിംഗ് ബൂത്തിൽ കാറുകൾ ഉണ്ടായിരുന്നു. അതെല്ലാം തീ പുക ഉയർന്ന് കണ്ടപ്പോൾ തന്നെ ഇവിടെ നാട്ടുകാർ എത്തിയാണ് ഇവിടെ നിന്നും മാറ്റിയത്. എടുത്തു പറയേണ്ട ഒരു കാര്യം, ഇത് ജനവാസ മേഖലയാണ്. നമ്മൾ ഈ കാണുന്ന ഈ ഒരു ബിൽഡിംഗ് എന്നത് ചകിരി ഗോഡൌൺ ആണ്. ഇതിൽ തീപിടുത്തമുണ്ടായാൽ വലിയ രീതിയിലുള്ള ഒരു ഗുരുതര പ്രശ്നത്തിലേക്ക് പോവുകയായിരുന്നു. തീ ആളിക്കത്തുന്ന ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് പോവുകയായിരുന്നു. എന്നാൽ അത്തരം സാഹചര്യത്തിലേക്ക് പോയില്ല. വളരെ പെട്ടെന്ന് തന്നെ ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം നാട്ടുകാരുടെ ഇടപെടൽ തന്നെയാണ്. നാട്ടുകാർ വളരെ പെട്ടെന്ന് ഇടപെട്ടത് കൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ വലിയ ഒരു അപകടം ഒഴിവായത്. എങ്ങനെയാണ് ഈ തീപിടുത്തം ഉണ്ടായത്, അത്തരം കാര്യങ്ങളെല്ലാം ഇനി പരിശോധിക്കേണ്ടിയിരിക്കുന്നു. എന്തു തന്നെയായാലും വളരെ വലിയൊരു പരിശ്രമത്തിനൊടുവിൽ, നാട്ടുകാരുടെയും ഫയർഫോഴ്സിന്റെയും വലിയൊരു പരിശ്രമത്തിനൊടുവിലാണ് ഇപ്പോൾ തീ നിയന്ത്രണ വിധേയമാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ഗോകുൽ, ശരി മിഥില, ഏറെ അപകട സാധ്യതയുള്ള ഒരു പ്രദേശത്തായിരുന്നു തീപിടുത്തം. ഏതായാലും നാട്ടുകാരുടെ സമയോചിതമായ ഇടപെടൽ കൊണ്ടാണ് അത് അത്തരം ഒരു സാഹചര്യത്തിലേക്ക് പോകാതെ നിയന്ത്രിക്കാനായത്. ഫയർഫോഴ്സിൻ്റെയും അഗ്നിരക്ഷാ സംവിധാനങ്ങളുടെയും അപര്യാപ്തതയുടെ പ്രതിഷേധം കൂടിയാണ് വെള്ളയിൽ നിവാസികൾ ഇപ്പോൾ നമ്മളുടെ മുന്നിൽ പറഞ്ഞത്.